ഞാൻ അബ്ദുള്ള അൻസാരി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് PS അലി സാഹിബാണ്. അദ്ദേഹം വളരെ മുമ്പ് തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കോഴിക്കോട് സജീവമായിരുന്ന ആളാണ്. വളരെ നേരത്തെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഇത്രത്തോളം കൃത്യമല്ലാഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് കുടിയേറിയ ആളാണ്. ഗൾഫിലെ പഴയകാല ജീവിതവും അവിടുത്തെ അന്നത്തെ വികസനമില്ലാത്ത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല കാഴ്ചപ്പാടുണ്ടാവും. ആ വിഷയങ്ങളെ സംബന്ധിച്ച് അന്നത്തെ ആദ്യകാല സംഭവങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? താങ്ക് യു മിസ്റ്റർ അൻസാരി. ഇതിപ്പോൾ നമ്മൾ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് പോകേണ്ട സാഹചര്യങ്ങൾ പാസ്പോർട്ട് എടുക്കാനുള്ളതൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ ഇതിന് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ട്, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങനെ വിസ കിട്ടാനുണ്ട് ദുബൈയിലേക്ക്, നീ വരുമ്പോൾ ഞാൻ പോവാണ്, എനിക്ക് ആ വിസകൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ ഇപ്പോൾ ദുബൈയിലേക്കൊക്കെ ആരാ പോകുന്നത്, അവിടെയൊക്കെ വലിയ പ്രയാസമില്ല, അവിടെ ജോലിയില്ല, മണൽക്കാട്ടിലേക്ക് പോയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഏതാ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അവർ അത്ര ജയിച്ചു. പിൻകാര്യങ്ങളാണ് വലിയ സ്മഗ്ലറൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു പുള്ളിയാണ്, എല്ലാ ജയിലിലും കിടന്നുണ്ട്. അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഇവൻ പറഞ്ഞതനുസരിച്ച് ഇവന് എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തത്. ഞാൻ അപ്ലൈ ചെയ്തു. ഈ അപ്ലൈ ചെയ്തിട്ട് ഇവൻ തന്നെ ഇവൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ വന്ന് വിളിച്ചു. ഞാൻ പോയി വെരിഫിക്കേഷൻ ചെയ്തു. പോലീസുകാരുടെ കാര്യങ്ങൾ കൊടുത്തു. അങ്ങനെ അത് ഫിനിഷ് ചെയ്ത് അന്ന് പാസ്പോർട്ട് ഓഫീസ് മദ്രാസിലാണ്. മദ്രാസിൽ നിന്ന് കുറച്ച് കഴിഞ്ഞു പാസ്പോർട്ടും വന്നു. ഈ പാസ്പോർട്ട് വന്നപ്പോൾ അപ്പോൾ എല്ലാം കൂടെ ഒരു രണ്ട് മൂന്ന് മാസം എടുത്തേന്. അപ്പോൾ കാലഘട്ടം അതുകൊണ്ട് പിന്നെ 74 ഏർലി 74 ബിഗിനിങ്ങിലാണ്. അപ്പം അന്ന് ഞാൻ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അലുമിനിയം ബിസിനസിൻ്റെ ഒക്കെ ഒരു ബിസിനസ് റൺ ചെയ്ത്, അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ്. അപ്പോൾ എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ സമയത്ത് നമ്മുടെ ഫാമിലി ഫ്രണ്ട്, ഫാദറുടെ ഫ്രണ്ടാണ്, എൻ്റെയും ഫ്രണ്ടാണ്, ഇദ്ദേഹം വന്നിങ്ങനെ വെറുതെ കാഷ്വൽ വിസിറ്റ് വന്നു. അപ്പോൾ അവർ സംസാരിച്ച ദുബൈക്കാരനാണ്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, ഇങ്ങനെ വിസ കിട്ടാൻ സാധ്യതയുണ്ടോ? വിസ കിട്ടാൻ പ്രയാസമൊന്നുമില്ല എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്കൊരു വിസ അറേഞ്ച് ചെയ്ത് തരണം, പൈസ എത്ര വേണ്ടി ഞാൻ തരണ്ട്, അത് വിഷയമാക്കണ്ട എന്ന് പറഞ്ഞു. അവിടെ സോപ്പിട്ട് പിടിച്ച ആളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് യാത്ര അയച്ചു. അത് കഴിഞ്ഞ് ആളുകൾ പോയല്ലോ. പോയതിൻ്റെ ശേഷം എൻ്റെ 2 ആഴ്ച കൊണ്ട് ഇയാൾ 2 വിസ അയച്ചിരുന്നു. അപ്പോൾ 2 ആഴ്ച കൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. ഈ സമയത്താണ് പിന്നെ നമ്മുടെ അമ്മവനും അതുപോലെ എൻ്റെ മൂത്താപ്പനും മകനൊക്കെ ഇങ്ങനെ ഞാനിവരോടൊക്കെ പറഞ്ഞപ്പോൾ പോകണമെന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വിസ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തെടുത്തു. അവർക്കൊക്കെ വിസ കിട്ടി. ഒരു എൻ്റെ കാര്യം മുമ്പ് പോയി. പക്ഷെ എനിക്ക് പെട്ടെന്ന് പോകാൻ കഴിയില്ല. ഞാൻ ഈ ബിസിനസ്സൊക്കെ വൈൻഡപ്പ് ചെയ്ത് അതിൻ്റെ പൈസ കിട്ടാനുള്ള കൊടുക്കാനുള്ള ഒക്കെ ശരിയാക്കി അതിൻ്റെ ശേഷമാണ് ഞാൻ പോയത്. ഞാൻ പോയത് അക്ബർ എന്ന് പറഞ്ഞ ഷിപ്പിലാണ്. അത് ബോംബെയിൽ പോകണം. ബോംബെയിൽ പോകുന്ന യാത്രയ്ക്ക് വളരെ ഭയങ്കര ടയറിംഗ് ആണ്. ഒരു മദ്രാസിൽ പോകുന്ന ഫ്ലൈറ്റ് സംവിധാനം ഇല്ലാന്ന് പറഞ്ഞു. അത് മാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് ബോംബെയിൽ ബോംബെയിലേ ഉള്ളൂ. കാലിക്കറ്റിലും മാംഗ്ലൂരിലൊന്നുമില്ല. ബോംബെയിലേക്ക് യാത്ര പോയി. ബോംബെയിലേക്ക് യാത്ര പോയി. അതിൻ്റെ അടുത്തുള്ള കുറേ വിഷയങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ ട്രെയിനിൽ ഭയങ്കര റഷായിരുന്നു. ഈ റഷ്യുള്ള ട്രെയിനിൽ. അപ്പം എൻ്റെ അളാപ്പുണ്ട് മദ്രാസിൽ. അളാപ്പൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ സീറ്റൊക്കെ റിസർവ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഈ നമ്മൾ ആർക്കോണത്ത് എത്തിയപ്പോൾ അന്ന് ആർക്കോണം വഴി പോകണം, ഈ റൂട്ടൊന്നും ഇല്ലല്ലോ. ആർക്കോണത്ത് എത്തിയപ്പോൾ ഈ പിന്നെ അതിൽ കുറേ മിലിറ്ററിക്കാർ വന്നിട്ട് നമ്മളൊക്കെ പിടിച്ച് പുറത്താക്കി. ഇതിൻ്റെ ബാഗൊക്കെ പുറത്തേക്ക് കഴിഞ്ഞു. ഇതിൻ്റെ വിസയും പാസ്പോർട്ടൊക്കെ ബാഗിലാണ്. അതിൽ അവിടെ ഇറങ്ങേണ്ടി വന്നു. ഈ സന്ദർഭത്തിൽ അവിടെ ഇറങ്ങി ഇനി എന്ത് ചെയ്യാമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ റൂമിൽ താമസിച്ചു. പിറ്റേന്ന് വേറൊരു ബോഗി കണ്ടവിടെ. പിറ്റേന്നത്തും പ്രശ്നം തന്നെയാണെന്ന് പറഞ്ഞു. അയാൾ ടീച്ചർ പറഞ്ഞ് പ്രശ്നം ഇങ്ങനെ തന്നെ ഇവിടുന്ന് കയറാൻ കഴിയില്ലെന്നാണ്. അവസാനം പിറ്റേന്ന്
ഒരു വിധത്തിലുള്ള വിധത്തിൽ വേറെ ബോഗി നിർത്തിയിട്ട ബോഗിനെ അവന്റെ വേറെ വെള്ളം എടുക്കാൻ വന്നെടുത്തന്നെ അവന്റെ കൂടെ ഇടിച്ച് കയറി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവര് സമ്മതിച്ചില്ലായിരുന്നു. കാരണം അവിടെ അതിനുള്ളിൽ കയറിയിട്ട് എല്ലാം കൂടി ഡോർ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഫുള്ളാണ് ഇതിനുള്ളിൽ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഞാനും എൻ്റെ അമ്മാവനും കൂടി നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്. ബോംബെയിലെത്തി. ബോംബെയിൽ 1-2 ദിവസം താമസിച്ചു, 2-3 ദിവസം താമസിച്ചു. അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഒക്കെ ആക്കി അങ്ങനെയാണ് ദുബായിലേക്ക് പുറപ്പെടുന്നത്. അന്ന് 420 രൂപയാണ് ദുബായിലേക്ക് ടിക്കറ്റ് ഫെയർ. ബോംബെയിൽ 420 രൂപ അത് കൊടുത്ത് ഷിപ്പിൽ കയറി. അപ്പോൾ 1-2 ദിവസമാണ്. പിന്നെ അങ്ങനെ യങ്സ്റ്റർ നമ്മൾ 24 വയസ്സുകളുണ്ടപ്പോൾ അപ്പോൾ അതൊന്നും വിഷയമല്ല. പക്ഷെ ഇത് കഴിഞ്ഞ് അവിടെ ഈ ഷിപ്പ് യാത്ര ഭയങ്കര ഒരു പുതിയ അനുഭവമാണല്ലോ. അത് ഒരിക്കൽ ഷിപ്പിൽ പോയാലുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് അതിനെപ്പറ്റി അറിയാം. പിന്നീട് നമ്മൾ യാത്ര ചെയ്യില്ലേ ഷിപ്പിൽ. അപ്പോൾ ഈ ബോംബെയില് ഉള്ള യാത്ര ഇത് ബഹ്റൈന് കുവൈത്ത് അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. 4ാമത്തെ ദിവസമാണ് അവിടെ എത്തുക. അതിൽ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഛർദി വന്നു. സീസിക്നെസ് വന്ന് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി. ഇതിന് കുറച്ച് അരിയവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ 2 യാത്രക്കാരുണ്ട്. അത് നമ്മൾ അമ്മൂനൊക്കെ അറിയാം. അമ്മൂൻ്റെ നാട്ടുകാരനാണ്, അടുത്ത വീട്ടുകാരനാണ്. അപ്പൊ അവര് ഉള്ളത് കൊണ്ട് അവരെ ചായ കൊണ്ടുത്തരുന്നു മെസ്സിൽ നിന്ന്. ഈ ചായ കുടിക്കുക അവരും തിന്നിട്ടാണ് അവിടെ എത്തിയത്. ഇവരെ സ്ഥിരം പറ്റുന്നത് ഇവരവിടെ സർക്കസിലൊരു മൊബൈൽ പാലിച്ചിട്ടൊന്നും ആൾക്കാർ വിസയും ഇല്ല, പാസ്പോർട്ടില്ല, ഒന്നും ഇല്ല. അവർ ഷിപ്പിൽ കയറുന്നു. ഷിപ്പിലൊരു ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് അതിനുള്ളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എനിക്ക് നാഷണാലിറ്റി ഇല്ലല്ലോ, എവിടെ ഇറക്കണം അറിയില്ല. ഇങ്ങനെ കുറെ കാലം പോകുമ്പോഴും ബോംബെയിലെത്തി ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മള് ഈ കൂട്ടുകൂടെ അവിടെ പുറത്തേക്ക്. അപ്പൊ അതിലുണ്ട് ഒരുത്തന് പുറത്തേക്ക് ചാടിക്കല്. അദ്ദേഹം വിധന ഓനെ കണ്ടു ഞാൻ. മറ്റവനെ പറ്റി ഒരു വിവരം പിന്നീട് ഒരു വിവരമില്ല. അതാണ് പിന്നെ ദുബായിലേക്ക് ലാൻഡ് ചെയ്തിട്ടുള്ള പ്രശ്നം. അങ്ങനെ ദുബൈയിലെത്തി. അവിടെ ചെന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും അങ്ങനത്തെ കാലത്ത് ആദ്യമായി എത്തുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? അങ്ങനെ ദുബായിലെത്തിയിട്ട് നമ്മൾ 3-4 ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു ടാക്സി കയറി. ടാക്സിക്കാർ ചോദിച്ചാൽ അതുകൊണ്ടാണ് പോയിട്ടുണ്ട്. പോസ്റ്റ് ബോക്സ് നമ്പറുണ്ട്. ഈ പോസ്റ്റ് ബോക്സ് വെച്ചിട്ട് അവിടെ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ എല്ലാം കൂടി കുറച്ച് നേരം ആ ഒരു കൺഫ്യൂഷനിലായി. പിന്നെ ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു മലയാളിയാണ് ടാക്സി ഡ്രൈവർ, നിങ്ങളെ ഞാൻ ഒരു ഏതെങ്കിലും അറിവുള്ള സ്ഥലത്ത് കൊണ്ടാക്കി തരാം. നിങ്ങൾക്ക് ആരെങ്കിലും കോഹിനൂർ ബേക്കറി അറിയാമെന്ന് വെച്ചാൽ അറിയാമത്. അപ്പം ഞാൻ നിങ്ങളെ കോഹിനൂർ ബേക്കറിൽ കൊണ്ടാക്കി തരാം. അങ്ങനെ കോഹിനൂർ ബേക്കറി പോയി. കോഹിനൂർ ബേക്കറി പോയപ്പോൾ അവിടെയുള്ള ആള് യാതൊരു മടിയും കൂടെ നമ്മൾ സ്വീകരിച്ച് അവർക്ക് നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ തന്ന് മുപ്പരമായിട്ട് കയറി കിടക്കാനുള്ള സ്ഥലം തന്നു. കയറി കിടക്കാൻ തട്ടുന്ന കൊണ്ട് ഓപ്പൺ എയറിൽ മുകളിൽ ആകാശം താഴെ ഭൂമി അവിടെ കയറി കിടന്ന്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അപ്പനാങ്ങൾ നോക്കി ചോദിച്ച് പിടിച്ച് പോയിക്കൊടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ അന്വേഷിച്ച് പിടിച്ച് ആളെ സ്ഥലം കണ്ടുപിടിച്ച്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ സത്വയിലാണ്. സത്വ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഷിപ്പറിയുന്ന അവിടെ കൊണ്ട് പോകുന്ന സ്ഥലമാണ്. അവിടത്തേക്ക് തന്നെ പോകുന്നത്. പിന്നെ അവിടുന്ന് ദേരയിലേക്ക് വന്ന് പിന്നെ അങ്ങോട്ട് ഭാഗത്തിലേക്ക് പോകാം. അങ്ങനെ പിന്നെ ടാക്സി വിളിച്ച് പുറത്തേക്ക് തപ്പി പിടിച്ച് അവിടെ ഒരു നമ്മളെ പറഞ്ഞ ആളുടെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പ്. അവിടെ അബ്ദുള്ളാക്ക ഇരിക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുള്ളാക്കൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അബ്ദുള്ളാക്കനെ കണ്ട് അപ്പോൾ എനിക്ക് വിസ അയച്ചുകൊണ്ടാണ് വേറെ ആളാണ്. അയാൾ അവിടെ ഇല്ല. അബ്ദുള്ളാക്ക മറ്റേ വീട് അറിയിച്ച് അയാൾക്ക് വൈകുന്നേരം വരും പറഞ്ഞു. അവിടെ ഇങ്ങനെ ഇരുന്ന് നല്ല ചൂടും. അപ്പോൾ എനിക്ക് ഈ ഷിപ്പിന് വലിയ ഈ പനി പിടിച്ചിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞില്ല 3-4 ദിവസം പനി പിടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടിയിരുന്നു. അതിന് ഈ അവിടുത്തെ ചൂടും അവിടുത്തെ അതിൻ്റെ ഉള്ള ചൂടെല്ലാം കൂടി
സഹിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ മൂപ്പര് വരുമല്ലോ, മൂപ്പര് കാത്തിട്ടിരിക്കുക. മൂപ്പര് വന്ന് മൂപ്പര് നല്ല കോൺഗ്രസ്റ്റിനൊക്കെ ചോദിച്ചു നമ്മളെ CNC അവരോട് പറഞ്ഞു, നമ്മളിങ്ങനെ ഒരു 50 ദിറംസ് കയ്യിലെടുത്ത് വെച്ചെടുത്ത് രണ്ടാളെടുത്തു. അപ്പം വലിയ സന്തോഷമായി. നീ റൂം കണ്ടേച്ച് നമ്മളിവിടെ ഇതിന്റെ റൂമിലൊക്കെ അവതരിപ്പിക്കണം. പിന്നെ അതിന്റെ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോയി ബാക്കിലോട്ട് പോയി പ്ലൈവുഡ് മേടിച്ചിട്ട് കൂട്. അപ്പൊ ഈ കൂട്ടിന് ചെറിയ ഓട്ടമുള്ളൂ ജനലിന്റെ. അപ്പം അതിനോട് കിടക്കാനും സാധ്യത. അപ്പം എവിടെ കിടക്കാനെങ്കിൽ ഇതിന് മുകളിൽ കയറിയിട്ട് ഓപ്പൺ ആയിട്ട് കിടന്നാൽ മതി. ഇത് ബാഗ് കിടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം മതി. ഒക്കെ അവിടെ വെച്ച് എന്താകട്ടെ. അവിടുന്ന് ഇങ്ങനെ ആ കൂട്ടിനുള്ളിൽ ഉള്ള ആ ജീവൻ ഈ ചൂടും ഇത് ദുസ്സഹമായിട്ടുള്ള ആ ജീവിതം. അത് ഇതിൻ്റെ പനിയൊക്കെ പമ്പ നടന്ന് പൊട്ടിയതൊക്കെ ശരിയായി, ചുണ്ടൊക്കെ ശരിയായി. പിന്നെ കിടന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ആരും വഴിയാറില്ല, ആരും കാണിച്ചു തരുന്ന ഒരാളുമില്ല അവിടുത്തെ വഴിയാറുകൾ വന്നു. അപ്പൊ അതിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ താമസിക്കുന്നൊക്കെ മലപ്പുറം ഭാഗത്തുള്ള കുറച്ച് ആളുകളാണ്. നല്ല മനുഷ്യന്മാർ, വളരെ സ്നേഹസമ്പന്നന്മാരായിട്ടുള്ള മനുഷ്യന്മാർ. അവരെന്താ ചെയ്യാച്ചാൽ അവര് വൈകുന്നേരം വന്നിട്ട് കുറെ ചോറ്, നല്ല ബസ്മതി അതിൻ്റെ ചോറ് ഒന്നായിട്ടുണ്ടാക്കും. അതിൽ കുറച്ച് ചാറും ഉള്ളിൻ്റെ കറി അത് കൂടി കൂട്ടിയിട്ട് ഒന്നായിട്ട് അതിലൊന്ന് ഒഴിക്കും. എന്നിട്ട് മണ്ണ് വാങ്ങാറ്. അപ്പോൾ ഞാൻ പോയിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോറാണ്. അതിങ്ങനെ എല്ലാവരും ഒരു പ്ലേറ്റിൽ നിന്ന് തിന്നാം. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ്. അപ്പൊ ഞാൻ അത് ഇവരോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളെ കൂടെ വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ വരാൻ പറ്റില്ല, കേൾക്കാൻ പണി വേണ്ടി പോയതാ. ഒരു കൂലിയാണ് അവിടെ. ഞാൻ കൂലിപ്പണി, ഞാൻ കൂലിപ്പണി എന്റെ പണി ഇവിടെ ഇരുന്നിട്ട് മനുഷ്യ ഭ്രാന്താണ്. അങ്ങനെ പിന്നെ ലാസ്റ്റ് ആ ഒരു കത്ത് കിട്ടിയിരുന്നു. എൻ്റെ ക്ലോസ് ഫ്രണ്ട് അസോസിയേറ്റ്സ് ദുബായിലുള്ള അന്ന് ഇന്നേക്കാളും മുമ്പ് പോയിട്ടുണ്ടാവുന്നുണ്ട്. നല്ല മനുഷ്യൻ എൻ്റെ കൂടെ കോളേജിൽ നമ്മൾ ഒന്നിച്ച് പഠിച്ചാണ്. അപ്പോൾ മൂപ്പര് സ്ഥലം ദുബായിലാണ്. മൂപ്പര് ലെറ്റർ അയച്ചപ്പോൾ മൂപ്പര് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വെച്ചിരുന്നു. അപ്പോൾ ഓനുണ്ട് ഒരു ദിവസം തപ്പിപ്പിടിച്ച് ഇന്ന് അന്വേഷിച്ചാൽ വന്നിട്ടുണ്ട്. മോട്ടോർ സൈക്കിളുണ്ട് അവിടെ. മലയാളിക്കൊന്നും ഒരു കുട്ടിക്ക് മോട്ടോർ സൈക്കിളില്ല. ഇങ്ങനെ സംഘടിപ്പിച്ചെന്ന് അറിയില്ല ആ കാലത്ത്. അങ്ങനെ എന്നോട് പറഞ്ഞ് ഈ അങ്ങോട്ട് പോയി എൻ്റെ കൂടെ അവിടെ നിൽക്കാറുണ്ട് സാർ. എനിക്ക് വല്ല സന്തോഷമായി, അഭയം കിട്ടുന്നതല്ല. ഞാൻ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് ബാഗ് കൊടുത്ത് അവൻ്റെ വണ്ടീൻ്റെ മുകളിൽ കയറി പോയി. അപ്പോൾ എനിക്കൊരു പുതിയ ഒരു ജീവിതത്തിൽ കടക്കുന്ന കാര്യത്തത്. അവിടെ എത്തിയതിൻ്റെ ശേഷം പിന്നെ നമ്മൾ കുറേ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ രാത്രി എടുക്കും. അതുപോലെ റൂമൊക്കെ കൊടുത്തതാണ്. ഒരു ഇൻഡസ്ട്രീലിൻ്റെ മുമ്പ് അതിൻ്റെ അക്കൗണ്ടൻറ്റും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അതിൽ പിന്നെ അവിടെ നിന്നുകൊണ്ട് അവന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഗൈഡ് ചെയ്യും. ഞാനിങ്ങനെ പോവും. അപ്പം ഈ അവിടെ എവിടെ ജോലി എന്നുള്ള ഒരു പിടിയില്ല, ഒരു ജോലിയില്ല. ഇന്നത്തെ കുട്ടികളൊക്കെ പറയും അവിടെ ഇങ്ങനെ പോയ കാലത്ത് ഇഷ്ടംമാതിരി ജോലിയാണ് അവിടെ. അന്ന് അവിടെ ഒരു ജോലിയും കിട്ടില്ല. അവിടെ നിന്നിട്ട് അവിടെ കിട്ടുന്ന ജോലി ഹൗസ് ബോയാണ്. ഇങ്ങനെ അവിടെ പോയിട്ട് അവിടെ ഒരു കാട്ടനാട്ടിൽ പോയി. കാട്ടനാട്ടിൽ എന്താ ജോലി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ ചെന്ന്. കാട്ടനാട്ടിൽ ഇവിടെ ജോലിയൊന്നുമില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഈ ഷാർജ കാട്ടുണ്ട് 5-സ്റ്റാർ അങ്ങോട്ട് പോയിക്കൊള്ളുന്നുണ്ട്. ഓരോ ബസ് ഉണ്ടാവുന്നു. ഈ ബസ്സിൽ കയറി അവിടെ പോകും. അതിൽ കയറി. ഗവൺമെന്റ് ബസ് സംവിധാനങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് സംവിധാനങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ അന്ന് തരിശായ ഭൂമിയാണ് എല്ലായിടത്തും. ഇപ്പൊ ദുബായിന്റെ ഷാർജ ബിൽഡിംഗ് ആകെ ഒരു ഷാർജ കാട്ടുന്ന ആ ബിൽഡിംഗാണ് അവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. അപ്പൊ അവിടെ നോക്കിയ നാട്ടിൽ ഇന്നിപ്പോ ഒന്നും കാണില്ല. അവിടെ മുഴുവൻ ഒക്കിപ്പ് ബിൽഡിംഗായിട്ട് ഒക്കിപ്പ് ചെയ്താണ്. അപ്പോൾ അവിടെത്തി പിന്നെ അവിടെ ഒരു ഫ്രാൻസ് റൊണാൾഡ് മാനേജർ ഇപ്പറെ കണ്ട്. അപ്പൊ നാട്ടിലെ കുറെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ഇംഗ്ലീഷൊക്കെ തട്ടിവിടുക. അപ്പൊ അന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അക്കൗണ്ടിങ് ഒക്കെ എഴുതിയിട്ട് നാട്ടിൽ നമ്മൾ PDF അക്കൗണ്ടൊക്കെ എഴുതിയിട്ടൊക്കെ സർവീസ് ഉണ്ട്. അപ്പം
ഇന്നോട് ഇയാൾ പറഞ്ഞൊക്കെ ഞാൻ എന്നെ അക്കൗണ്ടിൽ വെക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് ഇന്നെ കണ്ട വലിയ ഇമ്പ്രഷൻ. അവൻ വെക്കാൻ പറഞ്ഞു. ഇനി കൊണ്ട് അകത്ത് ചീഫ് അക്കൗണ്ടിന് എടുത്ത് പോയി. ചീഫ് അക്കൗണ്ടിൽ വേറൊരു ചങ്ങാതി. അപ്പോൾ മൂപ്പര് ലബനാനി കിട്ടാനുണ്ട്. മൂപ്പര് ഭയങ്കര ഓന് ഇയാളിട്ട് ഫൈറ്റ്. ഇയാൾ പറഞ്ഞ ചീഫ് അക്കൗണ്ടിന് ചോദിക്കൂല. അപ്പൊ ഒന്നര നോക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടുക അവന്റെ ആരോഗ്യം കാര്യണ്ടാവും. ശരി പറഞ്ഞ് ഞാൻ പറഞ്ഞത് ഈ കാര്യം ചെയ്യാൻ വേറെ ജോലിയുള്ള അവിടെ സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടു. സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടിട്ട് പറഞ്ഞ് ഇനി സ്വിമ്മിംഗ് പൂൾ കൺട്രോൾ വേണം. ഇവിടെ ഇരിക്കുക. ഒരു ക്ലാസ് റൂം, വലിയ ക്ലാസ്, നല്ല സ്വിമ്മിംഗ് പൂൾ, വലിയ സ്വിമ്മിംഗ് പൂളാണ്. അപ്പൊ അവിടെ ഒരേ ഒരു സ്വിമ്മിംഗ് പൂൾ, എല്ലാ എയർ ഹോസ്റ്റസുകളും ഒക്കെ താമസിക്കുന്നത് അവിടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് വരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അതിന് ഒരു 5-8 പിന്നെ പണിക്കാരുണ്ട് ക്ലീൻ ചെയ്യാനും പിടിക്കാനൊക്കെ. അതൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഇവിടെ ആരും വരുന്ന ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, 20 ദിർഹംസ് ഒരാൾക്ക്. അത് മേടിച്ച് ഇടുക, വെട്ടിയിടുക, ഇങ്ങനെയുള്ള പണികളാണ്. സിമ്പിൾ, വെറുതെ പണിയില്ല, ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് അപ്പം പിന്നെ ഒരു 10-12 ദിവസമായിരുന്നു. അവിടെയുള്ള ചില മലയാളികളുണ്ട്, റൂം ബോയ്സായിട്ടൊക്കെയാണ്. ഇവരൊക്കെ ഇന്ന സോപ്പ് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവര് ഫുൾ അംഗമായിട്ടാണ് വരുന്നത്. ഇവർ ക്ലോക്ക് റൂം ഇതിൻ്റെ ഉള്ളിലാണ്. ആ ക്ലോക്ക് റൂമിലൊക്കെ ഡ്രസ്സ് ചെയ്യണം. ആ റൂമിലേക്ക് വന്ന് ഈ കുളിച്ച് നേരിട്ടുണ്ട് വരാം. അപ്പൊ ഈ രംഗം കാണാൻ വേണ്ടിയിട്ട് പതുക്കെ മസ്ക് അടിച്ച് വരും. ഞാൻ എന്നിട്ട് പായിപ്പിക്കലാണ്. ഇന്ന മസ്ക് അടിച്ച് വരും. അവിടെ ആർക്കും എൻട്രി ഇല്ല അവർക്ക്. ഞാൻ പറയും എന്റെ പണിയാണല്ലോ, എനിക്ക് പഠിക്കാനാണ്. അങ്ങനെ ഒരു ദിവസം ഒരു 10-12 ദിവസം കഴിഞ്ഞു. ഇയാളുണ്ട് വന്നു മെഡിസിൻ. ഇയാൾ സിംഗിങ് എക്സ്പെർട്ട് അല്ല. ഞാൻ പറയാം ഐ എം നോട്ട് സിംഗിങ് എക്സ്പെർട്ട്, ഐ നോ സിംഗിങ്, ദാറ്റ്സ് ഓൾ. യു നോ സിംഗിങ്, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇയാൾ പറഞ്ഞു പിന്നെ ഇവിടെ പിന്നെ ആളുകൾ ഡ്രൗൺ ചെയ്ത് മൊത്തമായി മുങ്ങി മരിച്ചു. അപ്പൊ അതൊക്കെ ഒന്ന് വാഷ് ചെയ്യാതെ ഒക്കെ നല്ല. ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞ് ഇനി അത് ഇങ്ങനെ വാഷ് ചെയ്യാൻ പിടിക്കാനൊക്കെ ഈ ഫുൾ പാൻറ് കിട്ടുമായിരുന്നു, ഹാഫ് ഷോർട്സ് വേണം, അതിന് ഷൂസും ഇതൊക്കെ ഇട്ടിട്ട് വരണമെന്ന് പറയും. അപ്പോൾ ഞാൻ ഒന്നും ഞാൻ മൂടി, എന്താ ചെയ്യാ, ഒരു പണി വേണ്ടേ. അപ്പോൾ ആകെ ശമ്പളം 500 ദിർഹംസ്. ഈ 500 ദിർഹംസിന് പിന്നെ ഫുഡ് ഉണ്ട്, പിന്നെ താമസമുണ്ട്. ഈ രണ്ടും ഞാൻ അവൈഡ് ചെയ്യുന്നത്. ഫുഡ് നമുക്ക് പറ്റില്ല അവിടുത്തെ, ഇപ്പം പൊളിയൊന്നും ഇല്ലാത്ത ഫുഡ്. എത്തിയതിന് ശേഷം പണി കിട്ടാൻ എത്ര കാലം പിടിച്ചു? എത്തിയതിന് ശേഷം ഒരു 10-15-14 ദിവസം കൊണ്ട് അത് ഇത് കയറി അന്വേഷിച്ച് അത് കയറി. എനിക്ക് സ്ഥലം കാണാത്ത അറിയാത്ത. അപ്പൊ ഇതിന് മുമ്പായിട്ട് വേറെ സ്ഥലത്ത് ഞാൻ പോയിരുന്നു ജോലി അന്വേഷിച്ചിട്ട്. അത് വെച്ചാൽ അൽമുല്ല കൺസ്ട്രക്ഷൻ അല്ല. നാട്ടിൽ ഞാൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ മൊമ്മൂസായി എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ മൊമ്മൂസായി ഉണ്ട് പടക്കൊളയിൽ ദേശത്ത്. അയാൾ എനിക്ക് ലെറ്റർ വന്നിരുന്നു. പിന്നെ ദുബായിലേക്ക് പൊന്നാണ്ടി മുഹമ്മദ് എന്ന ആൾക്ക്. അതുപോലെ ഡോക്ടർ മുഹമ്മദ് എലീസിന്റെ അറിയില്ലേ, മരിച്ചുപോയി. ഡോക്ടർ മുഹമ്മദ് ഒരു ലെറ്റർ വന്നു. അത് അൽമുല്ല ഹസൻ ഖാൻ എന്ന് പറയും. അയാള് പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനിൽ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഈ അൽമുല്ല ഹസൻക്ക് ഒരു ലെറ്റർ വന്നു. മറ്റേ അൽമുല്ല ഹസൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതിന്റെ ഓണറുടെ ആണ്. ആണ് അവിടുത്തെ ഇന്ത്യൻ ഓഡിറ്ററും എല്ലാ ആളെന്നെ. അപ്പോൾ അവിടെ അയാളുടെ ഞാൻ പോയിരുന്നു. വന്നോടെ അയാള് കണ്ടോണ്ട് ജോലിയൊന്നുമില്ല, അങ്ങനെ കണ്ടു പറഞ്ഞു. അപ്പം പിന്നെ അയാളെ കാണാൻ പോകുന്നതിന്റെ മുമ്പായിട്ട് ഒരു മലയാളി ഉണ്ട് അവിടെ. അൽമുല്ല ഇത് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നല്ല സ്റ്റൈലിൽ നടക്കണം ഒരു പുള്ളാണ്. മലയാളി ചോദിച്ചു, ഞാൻ തെക്കനാണ്. ചോദിച്ചേ ഇവിടെ വളരെ ജോലിയും കിട്ടുമോ? ഇവിടെ എന്നാ ജോലി കിട്ടാൻ ഇങ്ങനെ വാർന്ന് വന്ന് കയറി കണ്ട ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ജോലിയൊന്നുമില്ല, ഉണ്ടാവുക ആളുണ്ടാവുക. അത് കഴിഞ്ഞ് അവിടെ തിരിച്ചു പോയി. അങ്ങനെയാണ് ഈ കാൽട്ടൺ ഹോട്ടലിൽ കയറുന്നത്. കാൽട്ടൺ ഹോട്ടലില് ഈ പറഞ്ഞ ആ ദിവസം ഉണ്ടല്ലോ, അയാള് ഞാൻ ഷൂവും അത് ഞാൻ മേടിച്ചു തരാൻ ആ ഡ്രൈവറെ പറഞ്ഞിട്ട് മേടിച്ചു തരാൻ. ഇയാള് ഡ്രൈവറെ പറഞ്ഞിട്ട് ടൗണിൽ പോയിട്ട്
ഈ 10-60 ഗ്രംസ് കൊടുത്തിട്ട് ഈ സാധനങ്ങൾക്ക് അന്ന് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ ആ സാധനമൊക്കെ മേടിച്ച് കൊണ്ടുവച്ചു. എനിക്ക് ഭയങ്കര ചടപ്പ് ഈ കണ്ടക്ടേഴ്സ് ഇട്ടോണ്ടിരിക്കുക. ഞാൻ അന്ന് പിറ്റേന്ന് അവിടെ പോയില്ല. ഞാൻ പിന്നെ മൻസൂറിനോട് നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവിടെ താമസിക്കുന്നത്. അവൾ പറഞ്ഞു, ഇങ്ങനെയാണ് മൻസൂർ, എനിക്ക് ആ ജോലി തീരെ അങ്ങോട്ട് ജയിക്കുന്നില്ല, അവിടുത്തെ ഫ്യൂച്ചറും ഇല്ല, ഒന്നുമില്ല. അവിടുത്തെ അത് ഇവരുടെ ഇതും കണ്ടിട്ട് കൈയും കാലം കണ്ടിട്ട് അവിടെ ഇരിക്കാൻ ഒരു പ്രയാസമാണ്. അപ്പം അന്ന് ഇങ്ങനെ നല്ല പ്രായമില്ലേ ആ സമയത്ത്. ഇന്നോട് അപ്പോൾ കുറെ ചോദിക്കും. എന്നിട്ട് പിറ്റേന്ന് ഞാൻ വീണ്ടും എന്നിട്ട് ഈ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വെച്ച് അൽമുലയിൽ പോയി. അൽമുലയിൽ ഈ ഹസൻഖനെ പതുക്കെ നോക്കി. അത് പ്രതികരണം എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് ആറ്റി വിട്ട തന്നെ ഡോറ് വന്ന് പതുക്കെ നോക്കി, ഇങ്ങോട്ട് എവിടെ പോയി കൊടുക്കുന്നത്. ഞാൻ ചെന്നു ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് എഴുതി കൊടുത്ത്, ഇതൊന്നല്ല ആപ്ലിക്കേഷൻ, അയാൾ എഴുതി തന്ന ഒരു ആപ്ലിക്കേഷൻ. എന്നിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ തന്നെ അയാൾ പിന്നെ ഈ ചീഫ് അക്കൗണ്ടന്റ് പേർക്ക് ഒരു ഹബീബ് അവനോട് പോയി കാണാൻ പറഞ്ഞു. അവരെ പോയി കണ്ട്. അവര് കുറച്ച് ചോദ്യങ്ങളൊക്കെ അക്കൗണ്ടിങ് അതൊക്കെ തരമാണ്. അതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഹൗ മച്ച് സാലറി യു വാണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 650. അന്നൊക്കെ ഇപ്പം ജോലി ശമ്പളമൊന്നും പറയില്ല. പിന്നെ ഞാൻ പറഞ്ഞു 600. ഓക്കെ വി ആർ ഗീവ് 750. 100 അധികം. When you join day after tomorrow or tomorrow? Day after tomorrow. Tomorrow is Friday. Day after tomorrow join. Okay, പറഞ്ഞു. അങ്ങനെ അവിടെ കയറിയതാണ്. അവിടെ കയറിയിട്ട് പിന്നെ എനിക്കെന്താ ചെയ്തു വെച്ചാൽ ഇതിന് മാസത്തിൽ ഈ ഹസൻഖാൻ പറഞ്ഞ ആള് ഭയങ്കര ടഫാണ്. ആള് ഭയങ്കര ചോദ്യമൊക്കെ ചോദിക്കും. വെറും കരയിപ്പിച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട്. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വാസ് മൈ ഫിലോസഫർ ആൻഡ് ഗൈഡ്, എൻ്റെ ഗുരു ആസ് വെൽ. എനിക്ക് അയാൾ മറക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നല്ല കഷ്ടപ്പാട് നടത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. പൊതുവെ ആദ്യകാലത്ത് പോയ ആളുകളൊക്കെ അത്തരം പ്രയാസങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് താങ്കളുടെ മുഖത്ത് നിന്ന് തന്നെ കേട്ടപ്പോൾ മനസ്സിലായി. പിന്നെ എന്നെ ഫൈനാൻഷ്യൽ കൺട്രോളർ പിടിച്ചിട്ട് ഈ അറബ് ബിൽഡർ ഉണ്ട്, ബ്രിട്ടീഷ് മാനേജ്മെന്റ് കമ്പനിയുണ്ട്. ഒരു അവിടുത്തെ ബ്രിട്ടീഷ് കമ്പനി അൽമുലയിലെ ജോയിൻ ചെയ്തത്. അവർക്ക് പ്രോജക്റ്റ് ഉണ്ട്, അവിടെ 2-3 പ്രൊജക്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ചാർജ് എടുക്കാൻ വേണ്ടി അതിന് ചാർജ് എടുത്തു. അപ്പം നേരത്തെ എന്നെ പഠിപ്പിച്ച മാഷുണ്ടായിരുന്നു. ആ മാഷാണ് അവർക്ക് ഇംഗ്ലീഷ് സമ്മതിച്ചില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടു ഇയാളെ. അയാൾ പഠിപ്പിച്ച് ഇന്ന കൂടെ അയച്ചു. അത് എനിക്ക് ഭയങ്കര സ്വീകരണം, നല്ല ഇതായിരുന്നു. അങ്ങനെ അവിടെ തന്നെ കുറച്ചു കാലം നല്ല സുഖമായിട്ട്. അപ്പോൾ അവിടെ ഒരു പാകിസ്ഥാനിയാണ് അതിൻ്റെ ചീഫ് അക്കൗണ്ടന്റ്, ഖാൻ അക്ബർ മജീദ്. ഇപ്പൊരു ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നു, അവർക്ക് ലണ്ടനിൽ നിന്ന് കൊണ്ടുവരണം. അത് നല്ല മനുഷ്യനാണ് അയാള്. അപ്പം ഞാൻ അയാളിങ്ങനെ അപ്രോപ്രിയേറ്റ് 2 ടാബിൻ്റെ നിലയിരിക്കുന്നു. അപ്പോൾ എന്ത് സാധനം മേടിക്കാൻ ആളെ ഒന്ന് മേടിച്ച് എനിക്കൊന്ന് മേടിക്കും ടേബിൾ. പിന്നെ വെയിറ്റ് ആണെങ്കിൽ അതാണ് അങ്ങനെ. അപ്പം അങ്ങനെ പക്ഷെ അയാൾക്കുണ്ടല്ലോ, അയാൾക്ക് അവിടുത്തെ ഈ ഡ്രൈവിങ്ങിൻ്റെ ഇതൊന്നും അറിയില്ല. അയാൾ വന്നിടത്ത് തന്നെ ഒരു കാറ് മേടിച്ചു, മെർസിഡീസ് കാറ്. ഇത് പിന്നെ ഈ കാറ് ഇത് മാനേജ് ചെയ്യണ്ടേ, ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. ഇതിനെ പഠിക്കാൻ പോകും, ടെസ്റ്റ് എടുക്കും, പൊട്ടും. 9 ടെസ്റ്റ് ഇട്ട് കൊടുക്കും. ആദ്യം ഞാൻ ചോദിക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കുന്ന വ്യക്തി കാരണം അയാൾക്ക് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ അയാൾ ഒരു കൊല്ലം കഷ്ടിച്ചിട്ട് 100 പിന്നെ
പിന്നെ ആള് കമ്പനി റിസൈൻ ചെയ്ത ഇറ്റലിയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ടൈമിൻ്റെ ഉള്ളിൽ പിന്നെ അവിടുന്ന് ഇയാൾ ഞാൻ എന്നെ പറഞ്ഞ് എന്നെ വെറും ഡെപ്യൂട്ടേഷന് വേണ്ടിയിട്ട് വെച്ച് അവിടെ എന്നെ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ വേറെ ഹൈദരാബാദിനെ കൊണ്ട് വെച്ചിട്ട് എൻ്റെ കൈ കണ്ടു കൊടുത്തു. ഹൈദരാബാദിൽ വേറെ ആളുടെ റൂൾ വെച്ചിട്ടാണ് പിന്നെ. അപ്പോൾ ഞാൻ അവിടുന്ന് എനിക്കവിടുന്ന് വിടാൻ താല്പര്യമില്ല. പക്ഷേ ഒരു ഡെപ്യൂട്ടേഷനിലാകുന്നത് അതെന്നെ വീണ്ടും വേറെ പ്രൊജക്റ്റിലേക്ക് മാറ്റി. അൽമുല്ല പ്ലാസ. അവിടെ ഒരു പാകിസ്ഥാനിയാണ് എൻ്റെ പ്രൊജക്ട് മാനേജർ. കുറച്ച് ഇന്ത്യക്കാര് ഒരു വായുണ്ട് കൽക്കട്ടക്കാരൻ ബംഗാളിയാണ്. അവിടെ നല്ല സുഖമായിരുന്നു. അയാൾ ഞാനായിട്ട് ആദ്യം അയാളായിട്ട് ഞാൻ കുറച്ച് ഒരു ടെൻഡായി. അപ്പം ഇങ്ങനെ അന്ന് ആരും മൈൻഡ് ചെയ്യാത്തൊരു സിറ്റുവേഷനാണ് അന്നത്തെ പ്രായം, അന്നത്തെ ആദ്യത്തെ. അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള തോന്നല. പിന്നെ അയാൾ ഞാനായിട്ട് വളരെ നോക്കി അയാൾക്ക് അതായത് ഐ ഡോണ്ട് കെയർ വാട്ട് യു ഡു, വേർ യു കം ആൻഡ് ഗോ, വാട്ട് യു കം ആൻഡ് ഗോ. പക്ഷേ എനിക്ക് സംഗതികൾക്ക് കംപ്ലൈൻറ്റ് വരാൻ പാടില്ല. ഇത്രയുള്ളൂ. എന്നിട്ട് എന്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുക ഞാൻ റെക്കമെൻഡ് ചെയ്ത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് നല്ല ടോണായിരുന്നു ഞാൻ ആളിട്ട്. ആ മെസ്സേജ് എനിക്ക് പിൽക്കാലങ്ങളിലേക്ക് വലിയ ഉപകാരം കിട്ടിയും ജിദ്ദയിലൊക്കെ പോയി കഷ്ടപ്പെട്ടതാണ് ജോലിയാക്കി തന്നൊക്കെയാണ്. അങ്ങനെ ഇയാളവിടെ ഇല്ല. ആ സമയത്ത് ഇയാള് ആ കമ്പനിയിലേക്ക് തെറ്റി ചെറിയ കാരണത്തില്. കാരണം വേറെ പിന്നെ ഷെറാട്ടൺ ഹോട്ടലിന് വേറെ പ്രൊജക്റ്റ് ഉണ്ട്. ഈ ഷെറാട്ടൺ ഹോട്ടലിലുള്ള പ്രൊജക്ട് മാനേജറെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അത് NM ഷാ എന്നിട്ട് ബോംബെക്കാരൻ. ഇയാൾ വന്ന ഉടനെ തന്നെ ഞാനായിട്ട് ഭയങ്കര ഉടക്കായി. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഫാമിലി കൊണ്ടുവന്നു. നാട്ടിൽ നിന്ന് ഫാമിലി കൊണ്ടുവന്ന് ആകെ 4-5 മാസമായിട്ട് ഫാമിലി മോനും ഉള്ള ശമ്പളം മുഴുവൻ ചെന്നാക്കിയാലും അവിടുത്തെ കൊണ്ട് തീരില്ല, അവിടുത്തെ ബാധ്യത തീരില്ല. അങ്ങനത്തെ ഒരു ചെലവാണ് അവിടുത്തെ. ശമ്പളം തുച്ഛമായ ശമ്പളം 1500 റുപ്യ. ഇതൊക്കെ കൂടി കൊണ്ട് 700 ദിവസം ഫ്ലാറ്റിൻ്റെ വാടക അത് നമുക്ക് ഷെയറിങ് ആയിട്ട് തന്നെ 700 കൊടുക്കണം. ഇതൊക്കെ കൂടായിട്ട് വഴക്കൊന്നുണ്ടാവില്ല. അങ്ങനെ അതിലെടുക്കുക ഇയാൾ പറഞ്ഞാൽ ചോദിക്കുക. ഇയാളാണെങ്കിൽ ഓരോ കുട്ടികളുണ്ടാകും. അപ്പോൾ ഇയാൾ കംപ്ലൈൻറ്റ് കൊടുത്ത് എനിക്ക് സർപ്രൈസിങ് ഞാൻ ടെർമിനേറ്റഡ് ഉള്ളത്. ഞാനൊരു ഷോക്കായിപ്പോയി. ഈ ടെർമിനേഷൻ ഓർഡർ കിട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറയുന്നത്, ഫാമിലിക്കാരുണ്ടല്ലോ, ഫാമിലി ഉണ്ടല്ലോ, ഈ ഫാമിലി ഞാൻ പറഞ്ഞ് ഇവിടെ ഞാൻ 1 മാസം ട്രെയിൻ ചെയ്യും. അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇവിടെ അല്ലെങ്കിൽ കയറി പോകേണ്ടി വരുന്നതാണ്. അങ്ങനെ 1 മാസം കഴിഞ്ഞു, ജോലി കിട്ടില്ല. ഞാൻ ഇവിടെ അമ്മയുടെ കൂടെ നാട്ടിലേക്ക് അയച്ചു. ഞാൻ അവിടെ ഇരുന്ന് ആ സമയത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി, റെഡിമെയ്ഡ് ഗാർമെൻസിൻ്റെ. ആ ഗാർമെൻസ് ബിസിനസ് പാർട്ണറായിട്ട് പക്ഷേ പ്രശ്നമായി. ഓനായിട്ട് പിന്നെ അത് ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു ഈ എടുത്ത അല്ല ഞാൻ എടുക്കാം. ഓനെടുത്ത് ചെക്ക് വന്ന് ആ ചെക്ക് ബൗൺസായി. പിന്നെ ഓനായിട്ട് എൻ്റെ കച്ചവടക്കായി പുറത്തേക്ക് പോയത്. അതുകൊണ്ട് ഞാൻ വേറെ കാലിക്കറ്റ് എന്റർപ്രൈസ് വേറെ സ്ഥാപനം ഒരു ചെറിയ ഒരു ഷോപ്പ്. പക്ഷെ അതും കടത്തിനൊക്കെ പൈസ റോൾ ചെയ്തിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. എൻ്റെ സ്വന്തം പൈസ കുറച്ചേ ഉള്ളൂ. ഈ റോൾ ചെയ്ത പൈസ വന്ന് മുട്ടിയപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി. അപ്ലൈ ചെയ്തിട്ട് ഒരു ജോലി, അപ്പോൾ വൃത്തത്തിന് എന്തോരം ഒരു ഭാഗ്യത്തിന് ജോലി കിട്ടി. ക്രെഡിറ്റ് കൺട്രോളറായിട്ട് വേറെ പ്രൊജക്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ക്രെഡിറ്റ് കൺട്രോളർ നല്ല പോസ്റ്റ് മേക്കൽപൂർക്ക് നല്ല അത് ഭയങ്കര പൈസക്കാരനാണ്. 18 കമ്പനിയുടെ ആളുകൾ. അയാളുടെ മാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു
ക്രെഡിറ്റ് കാർഡ് ഉള്ള പ്രശ്നം ഇപ്പം ഇംഗ്ലീഷാണ്. അവിടെ മലയാളി ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ കുറേ പാകിസ്ഥാനിലാണ്. അങ്ങനെ അവിടെ കയറി 4 കൊല്ലം ലാവിഷ്ലായി. അവിടെ ഒരു വലിയ പണിയൊന്നുമില്ല. അവിടെ ഇംഗ്ലീഷുകാരനൊക്കെ 2 ചെക്ക് കൊണ്ട് കൊടുത്താൽ വളരെ ഹാപ്പിയായി. പിന്നെ സൈറ്റ് ക്ലർക്കുമാരൊക്കെ കമ്പനിയുടെ കാറും സൗകര്യവും ഒക്കെ 4 കൊല്ലത്തിൽ 2 പുതിയ കാറ് മേടിച്ചിട്ടുണ്ട്. നല്ല എൻജോയബിളായിരുന്നു. അപ്പോൾ ഫാമിലി രണ്ടാമത് തിരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ടച്ച് ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ കുറച്ചു കാലം നിന്നു. ഈ സന്ദർഭത്തിൽ പിന്നെ കമ്പനി 4 വർഷം കഴിഞ്ഞു. 4 വർഷം 4 മാസത്തേക്ക്. അപ്പം ഈ കമ്പനി മൊത്തത്തിൽ ഇസാസാർ ഗ്രൂപ്പ് ഏറ്റുവാങ്ങി. ഈ ഷെയർ കംപ്ലീറ്റ് ആയി എടുക്കാം. ബ്രിട്ടീഷൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള പരിപാടിയാണ്. ആ സമയത്ത് പിന്നെ എന്നോട് ചിലപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമായിരിക്കും, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. അന്ന് അവർ സിസ്റ്റർ കൺസേണിലേക്ക് ബ്രിട്ടീഷുകാർക്ക് മാറ്റി. അപ്പോൾ ഞാനോട് പറഞ്ഞിരുന്നു, പിന്നെ എനിക്ക് ഇവിടെ സഫീഷ്യൻ്റ് ജോലിയില്ല, ഐ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ സെയിൽസ് ഓൾസോ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കെൻ്റെ ദിനായോന്ന് എനിക്ക് സംശയം. കാരണം എനിക്ക് ഈ ഫീൽഡിൽ ജോലിയില്ല. അത് ഇല്ലയെന്നുള്ള കാര്യം ഞാൻ വളരെ ജോലി കുറവാന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ജോലി ഇല്ലയെന്ന് പറഞ്ഞതിന് പ്രശ്നമില്ല. പക്ഷെ അഡീഷണൽ ജോലി തന്നെ ഓരോ സെയിൽസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ആയിനോ മിസ്റ്റർ കുട്ടി, എന്നെ കുട്ടി എന്നറിയ മിസ്റ്റർ കുട്ടി ആയിനോ. അയാൾ ഐ സ്പീക്ക് ഓൺ ട്യൂസ്ഡേ ഇയാൾ എന്നെ വിളിച്ച് പറഞ്ഞ ഐ ആം ട്രാൻസ്ഫറിങ് യുവർ ഫയൽ ടു മൈ സിസ്റ്റർ കൺസേൺ പൊസിക്കോ മീൻസ് ഓഫ്. അതുകൊണ്ട് എനിക്ക് ആ അണ്ടർസ്റ്റാൻഡ് ഞാനായിട്ട് ഒരു സംഗതി പറഞ്ഞിട്ട് എനിക്ക് തന്നെ വലിയ വഴി വെച്ചാൽ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് അങ്ങനെ ഞാൻ കമ്പനി വിടാൻ തീരുമാനിച്ചു. പറഞ്ഞു ഞാൻ അതിനോട് ടേക്കാൻ ജോബ് റിസൈൻ തന്നെ വിശേഷം കൊടുത്ത് ഹജ്ജിന് പോയിട്ട് അവിടെ 1-2 ബിസിനസ് തുടങ്ങി. ആ തുടങ്ങിയ ബിസിനസ് ഭയങ്കര ചീറ്റുകളിൽപ്പെട്ട് അത് നാശവിഷയായി. വർഷങ്ങൾക്ക് ശേഷം അത് നാശവിഷയായി. അപ്പോൾ ആ സന്ദർഭത്തിൽ തിരിച്ച് വന്ന് ഞാൻ നേരെ നാട്ടിലേക്ക് ഉണ്ടായത്. ഞാൻ കെട്ടി ബന്ധാക്കി. അപ്പോൾ ഈ മേക്കറിലുള്ള ടൈമിൽ നമുക്ക് ഡെയിലി ഇയർലി ക്രിസ്മസ് പാർട്ടി, മറ്റേ പാർട്ടിയുടെ 5 സ്റ്റാർ ഹോട്ടലിൽ എല്ലാ മാസം മീറ്റിംഗ് ഉണ്ടാവും. സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ട് നല്ലൊരു ബോസ് വരുന്നു, നല്ല ലൈഫ് വരുന്നു. പക്ഷെ നീണ്ടുന്നില്ല അവിടുത്തെ ലൈഫ് മേക്കർ ഗുരുവില്ല. കുറേ കൂടി നല്ല കണക്ഷനും നല്ലതും വലിയ സൗകര്യം. അവിടെ അങ്ങനെ ഞാൻ നേരെ സൗദി അറേബ്യയിൽ ഹജ്ജ് കഴിഞ്ഞപ്പോൾ പിന്നെ നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ഇവരെ വിസ വരെ അയക്കുന്നുള്ള പൊസിഷൻ ഒരു പറഞ്ഞ വിസ കിട്ടിയപ്പോൾ 1.5 കൊല്ലം നാട്ടിൽ കുടിയും വിസ അയച്ചത്. ഇവര് കരുതിക്കുട്ടി ചേച്ചിയാണ് രണ്ടാളും. ഒരാള് ജിദ്ദാവ്, മറ്റൊരു കമ്മീഷൻ വിഷയത്ത്. ആയത്തേയും കൂടി ഞാൻ ടഫ. എനിക്ക് പറഞ്ഞാല് അവിടെ രണ്ടാമത് ഞാൻ ഇവിടെ അതിൻ്റെ സ്പോൺസർ ഇവിടെ വന്നിരുന്നു, ഒരു ഹംസ. അയാള് പിന്നെ അതിൻ്റെ അറബിയാണ്. അയാൾ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ഇവനിങ്ങനെ നഷ്ടം വന്നാണിപ്പോൾ അയാൾക്ക് ഭയങ്കര അതിശയം. എങ്ങനെ നഷ്ടം വരുന്നത്? ലാഭം എന്നോട് പറഞ്ഞു തരുന്നതാണ് നഷ്ടം വരുന്നത്. അപ്പോൾ ഒരു കരുതി കിട്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ആ ബിസിനസ് വൈൻഡപ്പ് ചെയ്യണം. കാരണം നീ എങ്ങനെ ചലിക്കാൻ പാടില്ല. അല്ലാതെ വൈൻഡപ്പ് ചെയ്ത് ഇനിയിപ്പോൾ നല്ലൊരു ബിസിനസ്സായിരുന്നു. ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു. അത് പോയി. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവരുടെയും തുടക്കം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? പോകുന്ന ആളുകളൊക്കെ തുടക്കം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ?
എല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ റോങ് പാർട്ട്നേഴ്സിനാണ്. റോങ് പാർട്ട്നേഴ്സ് ഇനിയുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ പരാതി. അത് വിട്ട് പിന്നെ ഞാൻ ഇയാളോട് കടത്തിന് ഒരു വിസയ്ക്ക് ആവശ്യപ്പെട്ട് ഇപ്പോൾ വിസ അയച്ചു വന്നു. അപ്പോൾ പൈസ വന്നിട്ട് കിട്ടിത്തരാൻ പറഞ്ഞു. പൈസ ഒന്നും ഇല്ല എൻ്റെ അടുത്ത്. അങ്ങനെ ആ വിസക്കാണ് വന്നിട്ട് എൻ്റെ അടുത്ത് പൈസയില്ല. പിന്നെ എൻ്റെ അടുത്ത് അവിടെ കമ്മീഷൻ വിഷയത്തിന് ഒരു വക്കാലത്ത് മിനി സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ പാർട്ണർഷിപ്പ് ഞാനായിട്ട് തുടങ്ങി കൊടുത്തോ. ആളുകൾ ചതിക്കുന്ന മെത്തേഡ് നോക്കണം. ഒരാൾ എനിക്ക് വിശ്വസിച്ച് തന്നതല്ല, എനിക്ക് ഒരു രക്ഷയില്ലാന്നിട്ട് അവനെ അങ്ങനെയായിട്ട് ഞാൻ മുടക്കി കൊടുത്ത് കച്ചവടം പഠിപ്പിച്ചു കൊടുത്ത വ്യക്തിയാണ് പിന്നീട് പറ്റിച്ചത്. അപ്പോൾ ഓനെ ഇതാക്കിയിട്ട് ഓനെ പൈസയൊക്കെ തീരുമാനം ചെയ്തിട്ട് വേറെ ബിസിനസ്സൊക്കെ തുടങ്ങി അടിയിൽ പോയി പരിപാടിയൊക്കെ ആയിട്ട് ഇന്ത്യ അവാര് അതൊക്കെ പിടിച്ച് ഒളിവായിട്ട് കുറേ കാലം. അങ്ങനെ ഓരോ ഏകദേശം നഷ്ടമാട്ടത്തിലാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഈ ഇവൻ്റെ പൈസ തിരിച്ചു കിട്ടുമോ എനിക്ക് എടുത്ത് പൈസയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബില്ലാടിൻ്റെ ഒരു ചാൻസ് ഉണ്ടെന്നുണ്ട് അവിടെ പോയിരിക്കുക. അപ്പം ബില്ലാടിൻ്റെ അവിടെ വാസ്തവമാണ്. അത് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യണം. റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ അവിടുത്തെ റിസപ്ഷനിലെ സ്റ്റാഫൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയണമാരുണ്ടത്. അപ്പോൾ ആരും ഇതില്ലാതെ കൊടുക്കൂല. അപ്പം ഞാൻ വാർസിനെ അറിയും. വാർസിൻ ഞാൻ ആരാണ്? ഞാൻ വർക്ക് ചെയ്യുന്ന മുമ്പ് ദുബായിൽ വർക്ക് ചെയ്തില്ലേ, അന്നില്ല പ്ലാസയിൽ അന്നില്ല ബോസായിരുന്നു വാസി. അയാളായിട്ടില്ല. അപ്പൊ ഞാൻ ഇയാളെ വർഷങ്ങൾക്ക് ശേഷം അയാൾ പിന്നെ മനസ്സിലാകുന്നൊന്നും അറിയില്ല. അവിടെ അയാളെ കാണാൻ വേണ്ടി പോയി സൈറ്റില്. അപ്പൊ അയാള് ഷെയ്ഖ് ഒമർ ബില്ലാഡിന്റെ ഒസാമ ബില്ലാഡിന്റെ ജ്യേഷ്ഠനാണ്. അയാൾ ടെക്നിക്കൽ അഡ്വൈസറാണ്. ഭയങ്കര ശമ്പളം സൗകര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞ അത് യു കം ടു മൈ ഹൗസ് ഓൺ ഫ്രൈഡേ ഞാൻ വീട്ടിലുണ്ടാവും സംസാരിക്കാൻ. അങ്ങനെ പിന്നെ വീട്ടിൽ പോയപ്പോൾ ഭയങ്കര സ്വീകരണം, നല്ല മനുഷ്യന്. ഇതിലെ അങ്ങനെയാണ് അയാളായിട്ടുള്ള കണക്ഷൻ. എനിക്ക് ഇവിടുത്തെ ജോലിൻ്റെ ഒന്നും അറിയില്ല. അന്ന് എവിടെയെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം പിന്നീട് അന്ന് അയാളൊരു വാക്ക് പറഞ്ഞു, യു ഡു സം ബിസിനസ്, ഐ വിൽ പേ യു ക്യാഷ് 50,000 100,000 1,00,000 ദിർഹംസ് അയാൾ തരാമെന്ന്. എനിക്ക് ഒരു ബാധ്യമില്ലാത്തൊരു മനുഷ്യന് 1,00,000 ദിർഹംസ് തരാമെന്നുള്ളത് അതിന് ഞാൻ അയച്ചു എന്തായാലും. അപ്പോൾ പിന്നെ ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഞാൻ പെടാൻ വിത്ത് ബിസിനസ് അതുകൊണ്ട് ബിസിനസ്സാവും. അപ്പം എനിക്ക് ആ സമയമൊന്നും തീരെ ശരിയില്ലാന്ന് തോന്നുന്നു. ബിസിനസ് ചെയ്യാൻ പാകില്ലെന്ന്. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇയാൾ ഇങ്ങനെ വാക്ക് പറയുമല്ലോ, എവിടെയെങ്കിലും വെക്കേഷൻ ഇട്ട് ഞാൻ പറയുന്നത്. അതിന് ഞാൻ അവിടുന്ന് അപ്പം തന്നെ വിളിച്ചു വാസിനെ. ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെ വേക്കൻസി കുറേ ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരാണ് അവിടുത്തെ മാനേജർ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ മുത്തസഭ മുത്തസഭ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്, ഐ വിൽ ടോക്ക് ടു യു. അയാൾ ഫോണിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് മുത്തസഭാപ്പിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു, ഹൂസ് മിസ്റ്റർ PS അടി, മിസ്റ്റർ വാസി ടോളി എക്സലന്റ് മാൻ, അതുകൊണ്ട് കം പ്ലീസ്. ഞാൻ ഇയാൾ ഇന്ന് അങ്ങോട്ട് വിളിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ ഓൾ പ്രോജക്റ്റിൻ്റെ സോളിനോൾ ജനറൽ മാനേജറാണ്. ഞാനാണ് ഇവിടെ പോയി അതിന് ശമ്പളം സൗകര്യമൊക്കെ തന്നിട്ട് പറഞ്ഞ് യു ക്യാൻ ജോയിൻ ആൻഡ് സാലറി എന്നുണ്ട്. സാലറി ചോദിച്ചു. പിന്നെ അവിടുന്ന് മക്കത്തേക്ക് പോയി. മക്കത്ത് അറവിൻ്റെ അടുത്ത് തന്നെ വലിയൊരു 1,500 വില്ലാസിൻ്റെ പ്രൊജക്റ്റിനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വലിയൊരു ഇതിലെ താമസിച്ചാൽ മതി. എന്താ ഒരു കോംപ്ലക്സിൽ. ഈ കോംപ്ലക്സിൽ തന്നെ വലിയ 7,000 ആൾ താമസിക്കും. രണ്ട് പള്ളി
2 ഹോസ്പിറ്റല്, ഫുഡൊക്കെ ഫ്രീ. ഫുഡൊക്കെ നല്ല എമ്മാതിരി ഫുഡ് ഒരു ദിവസം ഒരു 500 രൂപ കിട്ടും അങ്ങനത്തെ ഫുഡ്. അങ്ങനത്തെ ലാവിഷ് ഫുഡ്. അങ്ങനെ എല്ലാ സൗകര്യവും ക്വാർട്ടേഴ്സ് ഒക്കെ ഫ്രീ. അപ്പൊ അവിടെ കുറെ നിന്ന് അവിടെ നിന്ന് കുറെ കഴിഞ്ഞ് ആക്കിപ്പോയി. പിന്നെ അവിടെ ചില മാനേജർമാരൊക്കെ മാറിയിട്ട് ഇത് ഭയങ്കര ടഫായി. അപ്പൊ ഞാൻ പിന്നെ അവരോട് പറഞ്ഞ് നമ്മളെ ബോസിനോട് പറഞ്ഞു ഇന്ന് മാറ്റിത്തരണം, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവിടെ ജിദ്ദയിൽ ഓഫീസർ പേഴ്സൺ കം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുണ്ട്, അയാളെ പോയി കണ്ട് അയാൾ പിന്നെ വീണ്ടും ജിദ്ദയിൽ ഉള്ള ഓഫീസിലേക്ക് പോയി. അങ്ങനെ കുറെ കാലം അവിടെ കഴിഞ്ഞു കൂടി. അതാണ് ജിദ്ദയിലെ എൻ്റെ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ പോയല്ലോ. അപ്പോൾ ഇന്ന് അവിടുന്ന് എൻ്റെ വിസ അവിടെ എനിക്ക് സുഖം, നല്ല ശമ്പളം, നല്ല പൈസ കയ്യിൽ വരും. കാരണം ചെലവില്ലല്ലോ, അവിടെ ചെലവാക്കാനും വരിക. ഈ കിട്ടുന്ന പൈസ ഒക്കെ അതേപടി ഉണ്ടോ, ഒക്കെ ബാങ്കിലില്ല. അപ്പം ബാക്കി പൈസക്ക് ചെലവൊന്നുമില്ല. അപ്പോൾ പൈസ കയ്യുണ്ടോ. ഞാനത് പിന്നെ ആ സമയത്ത് എൻ്റെ വിസ മാറ്റണം. വിസ മാറ്റാൻ വേണ്ടി എൻ്റെ വിസ മാത്രമേ മാറ്റാൻ കഴിയില്ല, ലേബർ വിസ മാറ്റാൻ കഴിയില്ല. മറ്റുള്ള എല്ലാ വിസയും മാറ്റാം. അതൊന്നും ഒരു രക്ഷയിലാണ്. അപ്പോൾ അതുവരെ ലേബർ വിസ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, മറ്റേ വിസ കൊടുക്കില്ല. ഇപ്പം നേരെ തിരിച്ച് നിയമങ്ങളും മിനിറ്റിച്ച് മാറിക്കുക. അതിന് പിന്നെ വിട്ട് ഞാൻ ഒരു ലബനാനിനെ പരിചയപ്പെട്ടിരുന്നു. ലബനാനിൽ നമ്മളുടെ ആള് വലിയ നിലക്ക് കാർഗോന്റെ മാനേജറൊക്കെ ആയിട്ട് ഇരുന്ന ആളാണ്. ഈ മനുഷ്യന് എന്നോട് എന്തോ ഒരു താല്പര്യം, നല്ല നല്ല ആളാണ്. അപ്പൊ ഇയാള് വളരെ സീനിയർ ആയിട്ടുള്ള മനുഷ്യനാണ്. എത്രയോ അവിടുത്തെ മക്കളൊക്കെ സൗദികളാണ്. അപ്പൊ അയാള് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് കാർഗോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയുന്ന കാർഗോ ലൈസൻസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ എടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ട് എന്നെ പരിചയപ്പെടുത്തി കാർഗോ ലൈസൻസുള്ള എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാക്കി. ആണൊരു കാർഗോണുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി സൈൻ ചെയ്ത് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത്. എഗ്രിമെൻ്റ് വിലയില്ല, ഒരു ഫോറിൻ എഗ്രിമെൻ്റ് മാത്രമല്ല, അവിടുത്തെ എഗ്രിമെൻ്റ് ഒരു വിലയില്ല. ആ സാധനമൊക്കെ ആകുന്നുണ്ട്. അത് പറഞ്ഞ് 60% എനിക്ക് 40% ആൾക്ക്. കാരണം ഗോഡൗണ്, ഫെസിലിറ്റി, ഓഫീസ്, ഓർഗനൈറ്റി എല്ലാം ആയിരുന്നു. ഞാൻ വിഷയം. അപ്പോൾ ഇയാളെ എനിക്ക് സപ്പോർട്ടുണ്ട്. ഞാൻ തുടങ്ങാൻ എനിക്കതിനെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ അത് പ്രശ്നമുണ്ട്. ഇയാൾ എന്നെ വേറെ കൊണ്ടുപോയി കാർഗോ വലിയൊരു കാർഗോ പോയിട്ടുണ്ട്, അവിടുത്തെ കോർഡിനുണ്ട്. അവിടെ പോയി അവിടുന്ന് ആളെന്നെ സുഡാനി. പക്ഷെ ഇയാൾ അവിടെ ചെന്നാൽ രണ്ടാമത് മീറ്റ് എല്ലാ എയർലൈൻസിൽ പോയാലും വിളിച്ചിരിക്കും. എല്ലാ റെസ്പെക്റ്റാണ്. അതൊക്കെ ശരിയാക്കി 5-6 സ്റ്റോക്ക് അത് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ റൺ ചെയ്തിട്ട് ബിസിനസ് ഇങ്ങനെ തുടങ്ങി ഒരു ബിസിനസ്സില്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഒരു 5-10 മാസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ ആളാണ് ഇരിക്കൂല. കാരണം അത്രയും പ്രയാസപ്പെട്ടിട്ട് കുറെ പിന്നെ അഡ്വർടൈസ്മെന്റും കുറെ പബ്ലിസിറ്റിയും കുറെ നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇവിടെ കൊട്ടിച്ച് അതൊക്കെ ആക്കി ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് ബിസിനസ് വരില്ല. ലാസ്റ്റ് കുറേശ്ശെ ബിസിനസ് തരാൻ തുടങ്ങി ഇംഗ്ലീഷുകാരൊക്കെ. കാരണം എനിക്ക് മറ്റൊരു കൊല്ലം തന്നെ ഹാഫ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ ബിസിനസ് ഇങ്ങനെ വന്ന് 1000, 2000, 3000 ബിസിനസ് ഇങ്ങനെ ആയി വന്നപ്പോൾ എൻ്റെ വിസ തീരാനായി. വിസ ഇവരെടുക്കില്ല. ഇവരെന്ത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞു തരാൻ പറയും. ആ അടുത്ത ദിവസം പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയും എപ്പോഴാണ് അടുത്ത ദിവസം പറഞ്ഞു തരാം, സാറ്റർഡേ പറഞ്ഞതാണ്. പല ആളുകൾക്ക് സംസാരിച്ച് ഞാനൊന്നും സംസാരിച്ച് അവന് ഒരു ബാങ്ക് മാനേജറാണ്. അവന് യമൻ സൗദിയ. അപ്പൊ അതിനൊക്കെ നമുക്ക് ബാങ്കിലെ 1 മില്യൺ ദിർഹംസിന്റെ ബാങ്ക് ബാലൻസ് വേണം ഈ സിവിൽ ഏവിയേഷൻ ലൈസൻസിന്. അതായിട്ടുള്ളതാണ് ഈ പറഞ്ഞാൽ. ഈ പറഞ്ഞ ദിവസത്തിലേക്കും ഇയാൾ പറഞ്ഞത് Ali, this you cannot take your visa because our file is with bad remark.
ഈ ലെവറിൽ ബാഡ് റിമാർക്കാണ്, ഫയലിൽ വിസ കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആപ്സെറ്റ്. ആ ദിവസം വളരെ കണക്കുള്ള എഴുതിയെടുത്ത് എനിക്കുള്ള എൻ്റെ അമ്മയ്ക്കാരൻ്റെ കണക്ക്, ആ കണക്ക് തീർത്തിട്ട് മേടിച്ചിട്ട് നേരെ പോയത് ട്രാവൽസിലേക്കാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എങ്ങനെ ജിദ്ദ, ദുബായ്, ബോംബെ. കാരണം ക്യാൻസൽ ചെയ്താൽ നേരെ ബോംബെ പോകണല്ലോ, നമ്മുടെ നാട്ടിൽ പോകണല്ലോ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് റിട്ടേൺ ഇല്ല. അപ്പോൾ ഈ ജിദ്ദ, ദുബായ് എന്തിനാന്നുള്ളത് ഓടി വെക്കൂല. അപ്പോൾ അത് വിസൊക്കെ അടിച്ച് ക്യാൻസലൊക്കെ അടിച്ച് പുറത്ത്. അപ്പം ഞാൻ പോകാനുള്ളത് റൂമിട്ടേക്കാണ് അന്തം വിട്ടേക്കുക. ഫ്ലാറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇന്റർവ്യൂസ് വാടക ഒക്കെ ഒരാളെ താമസിക്കുന്നത് ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ പോകുന്നു. അപ്പോൾ ഓരോരുത്തരായി ഇങ്ങനെ ഇത്രയും സൗകര്യങ്ങളായി മിസ്സും കാര്യമൊക്കെ ഉണ്ടായിട്ടില്ല. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അവിടുത്തെ കാര്യം മഹാപോക്കാണ്. ദുബായിൽ വന്നിട്ട് ഇറങ്ങിയിട്ട് അവിടെ 18ാമത്തെ ദിവസം ബില്ലാടിയിൽ വീണ്ടും ജോയിൻ ചെയ്തു. 18ാമത്തെ ദിവസം ജോയിൻ ചെയ്ത് സംഭവം വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 18 ദിവസം വിസാരിച്ചിട്ട് 1.5 മാസമായിട്ടില്ല എനിക്ക് ആ ഇത്തിസ്ലാത്ത് കിട്ടി. സീനിയർ പർച്ചേസ് ഓഫീസർ. അവിടെ പർച്ചേസ് കോർഡിനേറ്റർ ആയിരുന്നു. പിന്നെ ഇത്തിസ്ലാത്തിൽ പർച്ചേസ് ഓഫീസർ പോസ്റ്റ് കിട്ടി. അപ്പോൾ ഈ വിസ അടിച്ചിട്ട് 1 മാസം ചെല്ലാനായിട്ട് അയാൾ ആദ്യമേ ഭീഷണിപ്പെടുത്തി ഞാനെൻ്റെ ക്യാൻസലേക്ക് നാട്ടിൽ കയറുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഐ ആം ഹാപ്പി ഹിയർ ബട്ട് ഐ ഹാവ് ഓഫർ ദിസ്. ഇത്തിസ്ലാത്തിൽ ഓഫർ വന്നത് ആരും കിട്ടും. ഇത്രകാലം എൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷൻ ഗവൺമെൻറ്റാണ്, ചെറിയ ജോലിയുള്ളൂ. അങ്ങനെ അവിടെ 11 വർഷം അവിടെ അത് കഴിഞ്ഞു. ഗൾഫിൽ ഉണ്ടായ പ്രയാസങ്ങളാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ജീവിതം കൈപ്പിടിപ്പിക്കാൻ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണ്. അത് ശരിക്കും പറഞ്ഞാൽ പുതിയ തലമുറയ്ക്കും സമൂഹത്തിനൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. നമുക്ക് ഇതിപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാ ബാക്കിയുള്ളത് പിന്നീട് നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക് കൊണ്ടുവരാം. ഏതായാലും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചതിൽ നന്ദി. നമസ്കാരം. താങ്ക് യു.